ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലാണ്. മണാലിയിലത്തെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടത്. ഇത് ഞാനിപ്പോൾ ഉള്ളത് ബൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ്. വില്ലേജിലെ ഞാൻ താമസിച്ച വീടിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഇപ്പം കാണിച്ചു തരാം. ഇവിടുന്ന് ഇനിയിപ്പം ഇവിടെ ജോഗിനി വാട്ടർഫോൾ ജസ്റ്റ് ഒന്ന് ട്രെക്ക് ചെയ്യണം, അങ്ങനത്തെ എല്ലാം പ്ലാൻ ഉണ്ട്. ദൂരെ കണ്ടോ ഒരു മഞ്ഞുമലയിലായിട്ടുള്ളൊരു വ്യൂ ആണ്. അങ്ങനെയാണ് ഇതാ ഇവിടെ ഒരു ഹോം സ്റ്റേ. നമ്മളിവിടെയാണ് കേട്ടോ നിന്നത്. ഒരു മലയാളി ചേട്ടൻ്റെ ഹോം സ്റ്റേ ആണ്. ഇതാ നമ്മുടെ ഹോം സ്റ്റേ അവിടെ ആട്ടോ. അവിടെ നിന്നൊരു ഷോർട്ട് കട്ട് എടുത്തിട്ടുള്ളൊരു വഴിയാണ്, വില്ലേജിൽ കൂടെയുള്ള വഴി ആട്ടോ. താഴോട്ടേക്ക് നമ്മളെ റോഡ് മാർഗ്ഗമാണ് ഇന്നലെയൊക്കെ വന്നിട്ടുള്ളത്. ഇത് വിറക് മഞ്ഞുകാലം ആയതുകൊണ്ട് ഇവർക്ക് ഇതില്ലാണ്ട് ശരിയാവില്ല. ഇടയ്ക്കിടയ്ക്ക് വിറക് കത്തിച്ച് തീ കായൊക്കെ ചെയ്യേണ്ടി വരും. ഒരു ചെറിയ പൈപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നാച്ചുറൽ വാട്ടർ ആട്ടോ. മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ വില്ലേജ്? അവിടെ ചെറിയൊരു ഭാഗം കരയുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ട് എല്ലാം ക്ലോസ് ആയിരിക്കുന്ന പറഞ്ഞാൽ ഇന്ന് ചെറിയൊരു മഴ കാരണം ചിലപ്പം ചാൻസ് ഉണ്ടാവാം എന്നെല്ലാം പറയുന്നുണ്ട്, അറിയില്ല. ഇത് ആപ്പിൾ തോട്ടാട്ടോ. ആപ്പിൾ ഈ സമയത്ത് കഴിഞ്ഞു പോയി. നമ്മളെ ആപ്പിൾ സീസൺ ആണെങ്കിൽ പോകുന്ന വഴിയിലെല്ലാം ആപ്പിളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഒരു ദീദി പോകുന്നുണ്ട്. ഹായ് ദീദി. ഇവിടുത്തെ വീടുകളൊക്കെ ഉടനാക്കാനുള്ള കാരണം നല്ല ചൂട് കിട്ടും. മഞ്ഞുകാലത്ത് അത്യാവശ്യം ചൂട് കിട്ടും. കണ്ടോ അടുത്ത് മുകളിലെല്ലാം പാകിയത് കണ്ടോ. ഇതാ ഇവിടെ കാണാൻ പറ്റുന്ന ചെമ്മരിയാടാണ് കേട്ടോ. ഒരുപാടുണ്ട്. നമ്മൾ കൈ കൊണ്ടുവരുമ്പം തന്നെ എന്തോ ഫുഡ് കൊടുക്കാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. രസമില്ലേ? എങ്ങനെയുണ്ട്? നമ്മുടെ ബൻസാരി വില്ലേജിലെ കാഴ്ചയാണ് കേട്ടോ. ഇതാ ആ വീട് കണ്ടോ. വീടിൻ്റെ മുകളിലൊക്കെ പാകിയിരിക്കുന്നത് ഒരു ബയ്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പണ്ടത്തെ ഒരു ടൈപ്പ് പോലത്തെ ഞാനിതുവരെ കാണാത്തൊരു ടൈപ്പാണ് കേട്ടോ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂവിലുള്ള വീടോ വില്ലേജ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ ഇന്നലെ നടന്നു പോയിട്ടുള്ള റോഡാട്ടോ. അവർ ചേട്ടൻ പറഞ്ഞ് ഇവിടുന്ന് വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ താഴെത്താൻ പറ്റും 10 മിനിറ്റ് കൊണ്ട്. പക്ഷേ കറങ്ങി തിരിഞ്ഞ് ഞാൻ ആ റോഡിലേക്ക് തന്നെയാണ് വന്നത്. വഴി തെറ്റിപ്പോയിരിക്കാം. ചെറിയ ചെറിയ വഴി ആയതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് രസം അറിയോ മഞ്ഞുമല. അതൊക്കെ നോക്ക് എന്ത് രസമാണ് മഞ്ഞുമല. ആപ്പിളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കൃഷിയൊക്കെ കഴിഞ്ഞ് മഞ്ഞിൻ്റെ സീസണാണ്. നമുക്ക് ഇവിടുന്ന് ജോഗിനി വാട്ടർഫാളിലേക്ക് ഏകദേശം 4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അവിടുന്ന് പിന്നെയും ട്രെക്ക് ചെയ്തിട്ട് വേണം അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടക്കാൻ തീരുമാനിച്ച് ഇങ്ങനെ നടക്കാം കേട്ടോ. വില്ലേജിലെ വൈബെല്ലാം ആസ്വദിച്ചിട്ട് അങ്ങ് ദൂരെ കണ്ടോ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. മലയുടെ മുകളിൽ. അതുപോലത്തെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലത്തെ മലകളാണ്. അവിടെയൊക്കെ ഒരുപാട് മഞ്ഞുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ചെറിയ വില്ലേജ് റോഡിലെത്തിയിട്ട് വഴികളെത്തിയിട്ടുണ്ട്. അറിയില്ല ഇവിടത്തേക്ക് എത്തുമെന്ന് അറിയില്ല. താഴോട്ടൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ടൗണിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇറങ്ങാം കേട്ടോ. ഇത് രസമല്ലോ വഴികളൊക്കെ. 2 ദിവസം മുമ്പുള്ള മഞ്ഞുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഞ്ഞുകളാട്ടോ ഇതെല്ലാം. നമ്മൾ ആ വഴിയാണ് കേട്ടോ വന്ന്. അങ്ങനെ മണാലി ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നാസ്ത കഴിച്ചിട്ട് വേണം നമ്മൾ ജോഗിനിയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല ഷോപ്പിനിപ്പം നോക്കട്ടെ. മാൾ റോഡാണ് കേട്ടോ അത്. മാൾ റോഡ് നമ്മൾ സീത നേരെ നടന്നിട്ടുണ്ടെങ്കിൽ ജോഗിനി വാട്ടർഫോൾ എന്നാണെന്ന് പറഞ്ഞത്. മണാലിയിട്ട് അവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു റിവർ ഉണ്ട് കേട്ടോ. നമ്മളെ ടിബറ്റൻ ഫ്ലാഗിലായിട്ടുള്ള ബ്രിഡ്ജൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ റോഡാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഒരു 4 കിലോമീറ്റർ പോയാൽ ജോഗിനി വാട്ടർഫോളിലേക്ക് എത്തും. ഇതാ ചെറിയൊരു വില്ലേജ് റോഡും ആട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. ചായ ഷോപ്പ് അങ്ങനത്തെ എല്ലാം ചെറിയ കടയാട്ടോ ഇവിടെ എല്ലാം. മുകളിലൊക്കെ ഒരുപാട് കുഞ്ഞു വീടുകൾ കാണുന്നുണ്ട്. നമ്മളങ്ങനെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കയറി കേട്ടോ. ഇവിടെ മോമോസാണ് പറഞ്ഞത്. 100 രൂപയാണ് മോമോസിന്. ഞാൻ ഇതുവരെ മോമോസ് കഴിച്ചിട്ടില്ല. ഒരു 10 പീസ് വരുന്ന പറഞ്ഞത്. അടിപൊളി വ്യൂ ഒക്കെ വരുന്നൊരു ഷോപ്പാട്ടോ. കാണിച്ചു തരാം. ഇതാട്ടോ ഷോപ്പ്.
മോമോസിൻ്റെയോ ഇവിടുത്തെ സാധനങ്ങളെല്ലാം വീസി ഇവിടെ ഉണ്ട്. ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ വ്യൂ ആട്ടോ. നല്ല അടിപൊളി റിവറിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. നല്ല നക്ലാച്ചി വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. അവിടെ ഒരു ദീദി ഉണ്ട്, ഒരു ബേട്ട ഉണ്ട് കേട്ടോ, പയ്യുണ്ട്. दीदी हाय बोलिए, यूट्यूब चैनल के लिए. बेटा का नाम बोलिए. हाँ ഓക്കെ. ഇതങ്ങനെ നമ്മുടെ ചൂട് മോമോസ് വന്നിട്ടുണ്ട്. മോമോസും അതുപോലെ തന്നെ അച്ചാറുമാണ് കേട്ടോ അവിടുത്തെ കൊടുക്കുന്നത്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടെ. അയ്യോ എരിവാട്ടോ, അച്ചാർ കുറച്ച് കൂടിപ്പോയി കേട്ടോ. വ്യൂ നമ്മളെ പോകുന്ന റോട്ടാണ് കേട്ടോ. ലേയിലേക്കും ഡെൽറ്റ ടണലിലേക്കെല്ലാം പോകുന്ന റോഡ് ഇത് തന്നെയാണ്. ഇതുണ്ടോ ഇവിടുത്തെ റോഡ് പണിക്കാരാന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ട് നല്ല നമുക്കിത് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇവർക്ക് അതാവണമെന്നില്ല. ഇതുണ്ടോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക റോഡിൻ്റെത്. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. അവിടെ മഞ്ഞുമലകളും ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക. നമുക്കത് ഭയങ്കര ടെൻ്റ് അടിച്ചിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും വ്യൂ. നമ്മളിതാ നേരെ പോവാണ്. റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. ഒരു ഭാഗത്തേക്ക് വണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇതുണ്ടോ അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്യും. വൺ സൈഡ് മാത്രമേ വണ്ടി പോകുള്ളൂ, അത്രയും സ്ഥലമേ ഉള്ളൂ. ഇത് മഞ്ഞിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ഇപ്പോൾ ഫുൾ സ്നോ ആണെങ്കിൽ എല്ലാ വണ്ടിയും ഇതുപോലെ തന്നെ ചങ്ങലിട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കും. എന്നാൽ മാത്രമേ ഇവിടുന്ന് വണ്ടി ഓടിക്കാൻ പറ്റൂ. റെൻ്റ് ഷോപ്പുകളാണ് കേട്ടോ. ജാക്കറ്റ് കാര്യങ്ങളൊക്കെ സ്നോയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ റെൻറ്റിന് കിട്ടുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ കാശ്മീരൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. അതുപോലത്തെ ബൈക്ക് റെൻ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ മിക്കവാറും ബാർഗെയിൻ ചെയ്ത് സോലങ് വാലിക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ മെയിനായിട്ട്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ ക്ലോസ് ആണ്. സോലങ് വാലി അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, ഓപ്പൺ ആയിട്ടുള്ളത്. ഏറെക്കുറെ വണ്ടികളും അവിടത്തേക്ക് പോകുന്ന ആളായിരിക്കും. ഇവിടെ പർച്ചേസിങ്ങിന് വരുന്ന ആൾക്കാരും സോലങ് വാലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇതാണ്ടോ അവിടെ ദൂരെയൊക്കെ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഈ റോഡാണ് കേട്ടോ പോകേണ്ടത്. ചെറിയ ചെറിയ വീടുകൾ. ഇവിടുത്തെ സാധാരണക്കാരാണ് കേട്ടോ ഇതെല്ലാം. ചെറിയ മക്കളെല്ലാം ഉണ്ട്. എനിക്കൊരു സംശയം, അവിടെ കാണുന്നൊരു വാട്ടർഫോളാണ് ജോഗിനി എന്നൊരു സംശയമുണ്ട്. ഏകദേശം ഒരു ലുക്കൊക്കെ കണ്ടിട്ട് ഒരു ഫീല് തോന്നുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. കുറച്ച് ആൾക്കാരെല്ലാം അവിടെ കാണുന്നുണ്ട്. റോട്ട് ഇതിലെ പോയിട്ട് റൈറ്റിലേക്ക് പോകാനാണ് കാണിക്കുന്നത്. നമ്മളങ്ങനെ ഏകദേശം ഒരു 4 കിലോമീറ്റർ നടന്നിട്ട് ഇതാട്ടോ ജോഗിനി വാട്ടർഫോളിലേക്ക് പോകേണ്ട ഒരു വഴി കണ്ടിട്ടുണ്ട്. ചെറിയൊരു വഴിയാണ്. നമ്മുടെ കയ്യിലെ വെള്ളമൊക്കെ തീർന്നു. ഇവിടുന്ന് ഇതൊരു വെള്ളമായിട്ട് അതിൻ്റെ ട്രെക്ക് ചെയ്യാനാണ് മുകളിലോട്ടേക്ക്. ഇനി എന്താ വെള്ളമായിട്ട് വാങ്ങിയിട്ട് പോകണം. നമ്മൾ അവിടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങിയിട്ട് ഈ റോഡിങ്ങനെ നടക്കും കേട്ടോ. വേറെ ആരും കാണുന്നില്ല. ഒരു 2 ഫാമിലി മാത്രം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. കുറഞ്ഞു വന്നാണ്. ഒരു വില്ലേജ് ഏരിയയിലാണ് കേട്ടോ വരുന്നത്. വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം എനിക്കൊന്ന് പൈൻ ഫോറസ്റ്റ് ഇല്ലേ അതിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ വഴിയും തോന്നുന്നു. വീടുകളിലും കണ്ടോ ടിബറ്റൻ ഫ്ലാഗുകൾ ഒരുവിധം എല്ലാ വീട്ടിലുമുണ്ട്. എനിക്ക് തോന്നുന്നു ആ കൾച്ചറിലെ ആൾക്കാരായിരിക്കും ഇവിടെ. ഫേസ് കട്ടെല്ലാം കാണുമ്പം ആ ഒരു രീതിയിൽ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയ എല്ലാം കണ്ടോ കുറച്ചുകൂടി ഇങ്ങോട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തോറും മഞ്ഞ് വീണത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മളെ പോകുന്ന വഴിയൊക്കെ ഇതവിടെ ഒരു ഹോം സ്റ്റേ കാര്യമുണ്ട്. അതിൻ്റെ ഇപ്പുറം തന്നെ ഉണ്ടോ ഒരു അമ്പലമുണ്ട് കേട്ടോ. വഴികളൊക്കെ ഇതാ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പുഴ പോകുന്നുണ്ട്. സൈഡിലൊക്കെ ഒരുപാട് മഞ്ഞ്. അങ്ങനെ ആളുകളില്ല. ഇതാ ഇപ്പോൾ ഒരുപാട് ആളുകൾ കൂടിയിട്ട് അവിടെയൊക്കെ ആളുണ്ട്. അടിപൊളിയല്ലേ?
പോകുന്ന വഴിയിൽ ടീയും കോഫിയും മാഗിയൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ആളുകൾക്ക് റെസ്റ്റ് എടുക്കാനും ചാവടിക്കാനെല്ലാം പറ്റും. ഹൈറ്റ് കയറുന്നോളും എല്ലാം കിതക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 2 റൂട്ട് ഉണ്ട് കേട്ടോ. ഈ റൂട്ടിലൂടെയും കുറേ ആൾക്കാർ പോകുന്നുണ്ട്, മഞ്ഞിലൂടെയും കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഒരാൾ പറഞ്ഞിരുന്നു 2 റൂട്ട് ഉണ്ടെന്ന്. ഇത് കുറച്ച് ടാസ്ക് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. കുറച്ച് ആൾക്കാർ ആ വഴി പോകുന്നുള്ളൂ. ഇതാണ് മെയിൻ വഴിയും തോന്നുന്നു. നമ്മൾ ഈ വഴി പോകണോ വേണ്ടോ നിങ്ങൾ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ആളുകൾ എങ്ങോട്ടാ, അവിടുത്തെ വരെ ആൾക്കാരെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. ഈ വഴി എങ്ങനെ പോകാമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അറിയില്ല. റിസ്ക് ആണെങ്കിൽ തിരിച്ച് വന്നിട്ട് മറ്റേ വഴി തന്നെ പോകണം. ആ കടയിലെ ചേട്ടൻ പറഞ്ഞ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടാസ്ക് ആയിട്ട് വന്ന ഒരു റിവറുണ്ട്. ചെറിയ റിവറാണ്, പക്ഷേ ഇതിൽ ഷൂവിൻ്റെ ഉള്ളിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് മാത്രം അതൊരു ചെറിയ പ്രശ്നമുണ്ട്. നോക്കാം. അങ്ങനെ ആ റോഡ് കയറി ഈ പോകുന്ന ചേട്ടന്മാർ പോകുന്ന റൂട്ടിലോട്ട് പോകണം കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് മഞ്ഞ് തന്നെയാണ്. അത് കാണാൻ പറ്റും എത്രത്തോളം റിസ്കി ആയിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് താഴെ നിന്ന് നടന്നു വന്നോ കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാടുണ്ട് പോവേ. ഇതുപോലെ ചെറിയ വഴികൾ മാത്രമേ ഉള്ളൂ. മഞ്ഞ് അത് കാരണം സ്ലിപ്പാവും. ഇതാണ് ജോഗിനി വാട്ടർഫോൾ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഈ വീഡിയോസിൽ കാണുന്നത് കുറച്ച് മുകളാന്ന് തോന്നുന്നു. അവിടത്തേക്ക് മുകളിലൂടെ ട്രെക്ക് ചെയ്യണം. നമുക്ക് ആ വഴി ഒന്ന് പോകാൻ പറ്റുമോ എന്ന് നോക്കണം. ഇത്ര റിസ്ക്കിയാ നോക്കി നോക്ക്. ഇതാണ് വഴി സൈഡിലൂടെ. ഇതാ അതിൻ്റെ മുകളിലാണ് കേട്ടോ 96 മൂവിയിലെ ലൊക്കേഷൻ വരുന്നത്. ഇത്ര വെച്ചിട്ട് അവിടെ എത്തുന്നില്ല. ആ വഴി ഒരു ട്രെക്കിംഗ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പോകണം. വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് ഫ്രണ്ടിൽ പോന്ന്. വഴി തെറ്റിട്ടുണ്ട അവർ പോകുന്ന വഴി അങ്ങ് വെച്ച് പിടിച്ചാൽ മതി. ഇതാന്ന് തോന്നുന്നു ഇടുക്കി എക്സാക്റ്റ് വഴി. നമ്മളിതാ ഈ കുന്നുമലയൊക്കെ കയറി കുത്തനുള്ള കാറ്റും കയറിയിട്ട് വന്നതാ. ഷോർട്ട് കട്ടാന്ന് തോന്നുന്നു. തീർന്ന് ഇനിതാ അതിലൂടെ പോകണം. അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തിയിട്ടോ. ഇതാണ് നമ്മളെ 96 മൂവിയിലെ ലൊക്കേഷൻ. ആളുകൾ പിടിച്ച് ഇറങ്ങുന്നുണ്ടോ. പീസായിട്ടുള്ള ഐസ് കണ്ടോ, നമുക്കതൊന്ന് എടുത്ത് നോക്കാം. പീസായിട്ടുള്ള ഐസാട്ടോ. ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. ചില്ല് പോലെ ഉണ്ട്. കേട്ടോ, വെള്ളം വീണിട്ട് എല്ലാം മഞ്ഞായി പോയിട്ടുണ്ട്. നമുക്ക് ഈ വഴി വേണം നടന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വരെ. കുറേ റീലെടുക്കാനുള്ള വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളാ കുറച്ച് മലയാളീസിനെ കൂടെ കണ്ട്. ഇനി നമ്മൾ പൈൻ ഫോറസ്റ്റ് വരുന്ന റൂട്ട് ഇതാണെന്ന് പറഞ്ഞത്. കുറച്ച് മഞ്ഞ് റിസ്ക് ആണെന്ന് പറഞ്ഞത്. ആ റൂട്ടൊന്ന് പോയി നോക്കാം. ഇല്ല റിട്ടേൺ വരേണ്ടി വരും, അറിയില്ല. ഇനി ഇത് കുറച്ച് റിസ്കി വഴിയാട്ടോ. മഞ്ഞെല്ലാം മൂടിയിട്ടുള്ള വഴിയാണ്, സ്ലിപ്പാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വഴി തന്നെ വേണം. നല്ല റിസ്കി റോഡാണ്, വഴിയാണ്. മഞ്ഞ് മൂടിയിട്ടുള്ളത് കണ്ടോ. ട്രൈപ്പോഡ് ഇനിയിപ്പോൾ സ്റ്റിക്കായിട്ട് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. വഴി സൈഡിലൂടെ താഴെ വലിയ കൊക്കയാണ്. സൈഡിലൂടെ വേണം വരാൻ. മുകളിൽ നിന്ന് മഞ്ഞിടിഞ്ഞിരുന്നാലും പണി കിട്ടും. ഞാൻ അധികം വീഡിയോസ് എടുക്കുന്നത് ഇനിയിപ്പം താഴെ എത്തിയിട്ടുള്ള വീഡിയോസ് കാണാം. വഴികൾ മൊത്തം ഇതേപോലത്തെ അവസ്ഥയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് താഴെ എടുത്തിട്ട് കാണാം. ഈ പൈൻ ഫോറസ്റ്റിലൂടെയുള്ള ഇനിയിപ്പോൾ യാത്രയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇതാ മഞ്ഞിൽ കൂടെ നടന്നിട്ട് അങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തിട്ടോ. ഇനിയിപ്പോൾ ഈ വഴിയാണ് താഴെ പോകേണ്ടത്.
മഞ്ഞ് മൂടിയ വഴികളെത്തി. ഇതാ ഇതുപോലുള്ള സ്റ്റെപ്പാട്ടോ ഇത്. ആ സ്റ്റെപ്പുകളൊന്നും കാണുന്നില്ല, ഫുള്ള് മഞ്ഞ് മൂടിയിട്ട്. നമ്മളതാ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അങ്ങനെ നേരത്തെ കണ്ടിട്ടുള്ള ഷോപ്പിൻ്റെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജോഗിനി വാട്ടർഫാളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൈഡിൽ കൂടെ റോഡുണ്ട് കേട്ടോ, വഴിയുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വശിഷ്ഠ ടെമ്പിളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് താഴെ എത്തി. ഇനിയിപ്പം വശിഷ്ഠ ടെമ്പിളിലേക്ക് പോവാണ്. ആ വീഡിയോ അടുത്ത വീഡിയോയിലാണ് ഉണ്ടാവുക. കൂടുതൽ ലെങ്തി ആയി പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കണും കൂടി അടിച്ചു പൊട്ടിക്കാനും മറക്കല്ലേ.